ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ ജിമ്മിൽ പോയേ. ജിമ്മിൽ പോയിട്ട് ഇന്ന് ഞാൻ ലെഗ്സിനായിരുന്നു വർക്കൗട്ട് ചെയ്തത്. ഒരുപാട് വർക്കൗട്ടൊന്നും ചെയ്തില്ല. നമ്മുടെ ടാറ്റുവിൻ്റെ വിഷയം ഇങ്ങനെ കിടക്കുന്ന കാരണം ഇന്ന് ഞാൻ അവരുടെ കൂടെ നിന്ന് ജസ്റ്റ് കുറച്ച് വർക്കൗട്ട്സ് കാര്യങ്ങളേ ചെയ്തുള്ളൂ കേട്ടോ. ഇത് സുനിയേട്ടനോട് ഒരു ചെറിയ ചലഞ്ച് വെച്ചാണ് ആ വെയിറ്റ് നേരെ കൈകൊണ്ട് ഉയർത്തിയ ഏറ്റവും മുകളിലുള്ള ഇതിൽ ക്ലിപ്പിലിടണമെന്നും പറഞ്ഞിട്ട്. അവസാനം പുള്ളി ഇട്ട് കേട്ടോ. എന്നിട്ട് 1000 രൂപ വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു ഞാൻ ബെറ്റ് വെച്ചതിൻ്റെ. പിന്നെ അതിൻ്റെയും കൂടെ ക്ഷീണമെല്ലാം കൂടെ ചായക്കടയിൽ വന്നിട്ട് തീർത്തേ. ദാ കണ്ടോ ഒരു 600 ഗ്രാം റോബസ്റ്റ പഴം അതൊക്കെയാണ് കഴിച്ചത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും കൊച്ചുമോനാണ് എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ സൗദിയിലായിരുന്നു. അപ്പോൾ പുള്ളി ആരോടും പറഞ്ഞൊന്നുമില്ല വരുന്ന കാര്യം. അങ്ങനെ നേരെ വന്ന് ഞാനിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊച്ചുമോനെ കണ്ടത്. നമ്മുടെ കാറാണെങ്കിൽ സർവീസിന് കൊടുത്തേക്കാണ്. അപ്പോഴത്തേക്കിനും കാർ ഫോർച്ച് ഒഴിഞ്ഞ് കിടക്കുന്ന കാരണം സാൻജി അവിടെ കയറി കിടക്കുക. പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഷേക്കും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് കുറേ സമയം അവിടെ നിന്ന് ഞാനും അമ്മയും മളവും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഓറഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തമിഴ്നാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഡിണ്ടിഗൽ നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 380 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അരുൺ ചേട്ടനും സുനിയേട്ടനെയൊക്കെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത് കാരണം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നല്ല ലോങ് ഡ്രൈവും കാര്യങ്ങളും ആയിരുന്നു. ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 1 മണിയൊക്കെ ആയി കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കിനും. പിന്നെ നമ്മളവിടെ ഒരു റൂം എടുത്ത് തങ്ങുകയാണ് ചെയ്തത്. എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.